ഞങ്ങളും ഇങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് അങ്ങോട്ട് പോയിക്കോട്ടെ, കുറെ അനുഭവിച്ചു കഴിഞ്ഞാൽ, സാധാരണക്കാരല്ലേ, കുറെ അനുഭവിച്ചു കഴിഞ്ഞാൽ ഞങ്ങളും ഒരു ശല്യമില്ലാതെ അങ്ങ് തീരുമെന്നായിരിക്കും അവര് വിചാരിക്കുന്നത്. ഉം. അതാണ് ഇപ്പൊ അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചിഞ്ചായിട്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങളെ. എന്തിനാ നമ്മളിത് പറയാതിരിക്കുന്നത്? അവരെന്തായാലും ഞങ്ങളെ, കാരണം ഇപ്പം തന്നെ അവര് ബത്തേരി നമ്മളെ താമസിക്കാൻ അനുവദിക്കാത്ത രീതിയിലാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നതും. ഇപ്പൊ ഞാൻ ഇതിൽ സംസാരിക്കുന്നത് എന്റെ നിവൃത്തികേടാണ്, അല്ലാതെ ഞാൻ ഭയങ്കര ഓവർ സ്മാർട്ട് ആയതുകൊണ്ട് ഒന്നുമല്ല. എനിക്കും എന്റെ ഭർത്താവിനും എന്റെ 3 മക്കൾക്കും ഞാൻ മാത്രമേ സംസാരിക്കാനുള്ളൂ. ഞങ്ങളുടെ കാര്യം പറയാൻ ഞങ്ങൾക്ക് ഒരു ആളും ഹെൽപ്പിനില്ലാത്ത അവസ്ഥയാണ്. ആൾക്കിപ്പം ഒട്ടും വയ്യ, സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ സംസാരിക്കുന്നത് പോലും അവൾ അഹങ്കാരിയാണ്, അവള് ഭയങ്കര ഓവർ സ്മാർട്ട് എന്നുള്ള രീതിക്കാണ് ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നു? കാരണം ഇതൊന്നും ഇത്രയും ആൾക്കാർ കാണുന്ന ഒരു ചാനൽ ചർച്ച നമ്മൾ ഇഷ്ടത്തോടെ ആയിരിക്കില്ല വന്നിരിക്കേണ്ടി വരുന്നത്. പക്ഷെ ഞാൻ ഒരൊറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. അന്ന് ഇവര് വന്ന് വേറെ പാർട്ടിയിലുള്ള, വേറെ ഇപ്പം എം വി ഗോവിന്ദ സാർ നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, വന്നിട്ട് വിജയന്റെ കുടുംബത്തോടൊപ്പം എന്ന് പറഞ്ഞ സമയത്ത് ഇവരൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ ഒരു പാർട്ടിയുടെ ഔദാര്യവും വിജയന്റെ കുടുംബത്തിന് വേണ്ട, വിജയന്റെ കുടുംബത്തിനോടൊപ്പം കോൺഗ്രസ് ഉണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു.